ചിക്കൻ മസാല നല്ലതാണ്, പായസത്തിൽ കളർത്തി നോക്കട്ടെ. യേശുദാസ് സാറിന്റെ പാട്ടുകൾ ഇടാറുണ്ട്. അവിടെ ആളെ കേറ്റുന്നില്ല. കല്യാണം കുടുംബത്തിൽ കുട്ടിയെ കല്യാണം കഴിച്ചാൽ തീരാത്ത മതസൗഹാർദ്ദം മതം പോലും അല്ല, ഒരേ മതത്തിൽ പരിധി വരെ ഇതൊക്കെ വൈറലാവാനുള്ള ശ്രമമാണെന്ന് ഞാൻ വൈ ചൂസിങ് ആ ഹിന്ദു ദൈവം എന്ന് ഞാൻ ചോദിക്കുന്നു. കൃഷ്ണൻ ഈ വെണ്ണ അല്ലാണ്ട് എന്തെങ്കിലും നമ്മള് വെറൈറ്റി അല്ലേ ആ വെറൈറ്റി എന്ന് പറയുന്നത് ചീപ്പ് പബ്ലിസിറ്റി. പക്ഷെ നിനക്ക് വിശ്വാസം ഉണ്ടെങ്കിൽ നീ അത് ഒരാളോട് അടിച്ചേൽപ്പിക്കരുത്. ചിക്കൻ കഴിക്കുന്നുണ്ട്, എന്തുകൊണ്ട് കൃഷ്ണന് ചിക്കൻ കഴിച്ചു? വൈ സെലിബ്രേറ്റിംഗ് ഈസ്റ്റർ? നന്ദഗോവിന്ദം ഭജൻസ് റീസെന്റ് ആയിട്ടൊരു മഹാവിഷ്ണു ക്ഷേത്രത്തില് ഒരു ക്രിസ്തീയ ഗാനം അവരുടെ ഭജനിടയ്ക്ക് പാടിയായിരുന്നല്ലോ. അപ്പൊ അത് കുറച്ച് ആളുകൾ അതില് അറിയിച്ചു, അങ്ങനെ കുറച്ച് വിവാദങ്ങളൊക്കെ ആയി. അപ്പൊ നമുക്കിന്ന് അതിനെ കുറിച്ച് ഒന്ന് ഡിസ്കസ് ചെയ്യാം. അപ്പൊ എന്താണ് അഭിപ്രായം? അതാണ് മെയിൻലി ഇതിലൊരു അഭിപ്രായം പറയാനുള്ളൊരു കാര്യം തന്നെ അല്ല എന്നാണ് എൻ്റെ പോയിന്റ് ഓഫ് വ്യൂല്. ബിക്കോസ് ഇതൊരു ടോപ്പിക്കായി ഒരു സംസാര വിഷയമായി മാറേണ്ട ആവശ്യമേ ഇല്ലാത്തൊരു പരിപാടിയാണ്. അപ്പൊ പക്ഷേ സംസാര വിഷയം എന്ന് പറയുന്ന കാര്യം ഇത്രയും കാലത്തിന് ശേഷവും നിലനിൽക്കുന്നു എന്നുള്ള ഒരു കാര്യം ഉണ്ടല്ലോ. അപ്പൊ അത് നമുക്ക് സംസാരിക്കേണ്ട ഒരു കാര്യം. പറഞ്ഞതൊരു ഡിസപ്പോയിന്റഡ് ആണ്. ലൈക്ക് നമ്മള് ഇപ്പോഴും സംസാരിക്കേണ്ടി വരുന്നു എന്നുള്ളത് ഡിസപ്പോയിന്റഡ് ആയിട്ടുള്ള കാര്യമാണ്. പക്ഷെ സംസാരിക്കേണ്ടി വരുത്തുന്നു. കഴിഞ്ഞ ആഴ്ച വിഷുവിന് തന്നെ ഉണ്ടായിരുന്ന ഒരു സംഗതിയായിരുന്നു ഈ മതത്തിന്റെ പേരിൽ മറ്റൊരു ഇഷ്യൂ. അതിലോട്ട് നമുക്ക് വരാം. അതിനു മുന്നേ നമുക്ക് ഇതിന്ന് തുടങ്ങാം. പാട്ടില് മതം കലർത്തേണ്ട കാര്യമുണ്ടോ എന്നുള്ളത്. ഇത് ശരിക്കും പറഞ്ഞാൽ ഒരു അമ്പലത്തിന്റെ, എനിക്ക് മനസ്സിലായെന്ന് വെച്ചാൽ ഒരു അമ്പലം പുനരുദ്ധാരണം ചെയ്തതിന്റെ ഭാഗമായിട്ടുള്ളൊരു പരിപാടിയിലാണ് ഇവരുടെ പരിപാടി അവതരിപ്പിച്ച നന്ദഗോവിന്ദം ഭജൻസ്. അപ്പം ഈ ഒരു പുനരുദ്ധാരണം എന്ന് പറയുമ്പോൾ ഒരു നാട്ടിൽ എല്ലാവരും ഡൊണേറ്റ് ചെയ്യുമല്ലോ. അതായത് അതിപ്പോ ഏതൊരു ആരാധനാലയം ആണെങ്കിലും അതിന് നമ്മളെല്ലാവരും ആ നാട്ടിലുള്ള എല്ലാവരും ഡൊണേറ്റ് ചെയ്യും. അപ്പം അടുത്തുള്ള ഒരു പള്ളിയും നല്ലൊരു എമൗണ്ട് ഡൊണേറ്റ് ചെയ്തു എന്നെന്തോആണ് ക്ഷേത്ര കമ്മിറ്റി പറയുന്നത്. ആൻഡ് അതുകൊണ്ട് തന്നെ നന്ദഗോവിന്ദം ഭജൻസ് ഒരു ക്രിസ്തീയ ഗാനം ആലപിച്ചതിൽ ആ ക്ഷേത്ര കമ്മിറ്റിക്ക് യാതൊരു പ്രശ്നവും ഇല്ല. അവരതിനെ സപ്പോർട്ട് ചെയ്യുകയാണ് ചെയ്തത്. ആകെ 1-2 പൊളിറ്റീഷ്യൻസിന്റെ സ്റ്റേറ്റ്മെന്റ് ആണ് ഇതില് ആകെ. അതിലൊരു സ്റ്റേറ്റ്മെന്റ് ശശികല എന്ന് പറയുന്ന ഒരു നേതാവ് പറഞ്ഞതെന്ന് വെച്ച് കഴിഞ്ഞാല് ചിക്കൻ മസാല നല്ലതാണ്, പക്ഷെ അത് പായസത്തിൽ കലർത്തേണ്ട ആവശ്യമില്ല എന്നൊരു സ്റ്റേറ്റ്മെന്റ് അവർ പറഞ്ഞത് മാത്രമേ ഉള്ളൂ. ബാക്കി എല്ലാവരും സപ്പോർട്ട് ചെയ്യാണ് ചെയ്തത്. അതായത് അവർ ഈ ഭജൻ പാടിയതിനെ ക്ഷേത്ര കമ്മിറ്റി ഒരു രീതിയിലും അവരുടെ എഗൻസ്റ്റ് പറഞ്ഞിട്ടില്ല. ക്ഷേത്ര കമ്മിറ്റി നന്ദഗോവിന്ദം ഭജൻസിനെ സപ്പോർട്ട് ചെയ്യാണ് ചെയ്തത്. പക്ഷെ ഇതിൽ 2 ക്വസ്റ്റ്യൻ ഉണ്ട്. പള്ളിയിലെ പാട്ടിനെ, അതായത് ക്രിസ്തീയ ഗാനത്തിനെ ക്ഷേത്ര കമ്മിറ്റി സപ്പോർട്ട് ചെയ്യാണ് ചെയ്തത്. കാരണം അവര് തന്നെ പറയുന്നുണ്ട് അവരുടെ പുനരുദ്ധാരണത്തിന് പള്ളിയിൽ നിന്നും എല്ലാം സംഭാവനകൾ കിട്ടുന്നതാണെന്ന്. പക്ഷെ ഇതിന് 2 വശമുണ്ട്. അതായത് ഇപ്പം ശശികല പറഞ്ഞൊരു സ്റ്റേറ്റ്മെന്റ് അനാവശ്യമായിരുന്നെങ്കിൽ പോലും കോമൺ പീപ്പിൾ ചോദിക്കുന്ന ഒരു ക്വസ്റ്റ്യൻ എന്ന് പറഞ്ഞു കഴിഞ്ഞാല്, ഇപ്പം ഈ ക്ഷേത്രത്തിൽ ഈ ഒരു പരിപാടി നടന്നു, ക്ഷേത്ര കമ്മിറ്റി അതിനെ സപ്പോർട്ട് ചെയ്തു, പക്ഷെ ഇതൊരു മോസ്കിലോ ചർച്ചിലോ നടക്കുമോ? അപ്പം ശരിക്കും പറഞ്ഞാൽ എന്റെ ഒരു അഭിപ്രായം എന്ന് പറഞ്ഞു കഴിഞ്ഞാല്, ഇപ്പം ക്ഷേത്രത്തിൽ ഇത് നടന്നു, ഇതിനെ ക്വസ്റ്റ്യൻ ചെയ്യേണ്ട യാതൊരു കാര്യമില്ല. ഇറ്റ്സ് വെരി നോർമൽ അല്ലേ? ഇപ്പം ക്രിസ്തീയ ഗാനമാണെങ്കിലും അൾട്ടിമേറ്റ്ലി ദൈവം എന്നൊരു കോൺസെപ്റ്റ് ആണ്. നമ്മൾ ഹിന്ദു മുസ്ലിം ക്രിസ്ത്യൻ ആരും നമ്മൾ ദൈവത്തിനെ നേരിട്ട് കണ്ടിട്ടില്ല. അൾട്ടിമേറ്റ്ലി ഒരു വിശ്വാസമാണ് എല്ലാവരുടെയും. അപ്പം അത് വളരെ, ഞാൻ ശരിക്കും ആ ക്ഷേത്ര കമ്മിറ്റിയെ ശരിക്കും സപ്പോർട്ട്, എന്താ പറയാ, ഈ ഒരു സമയത്ത് അവരെ അഭിനന്ദിക്കുകയാണ് ഞാൻ ചെയ്യുന്നത്. അവരതിനെ സപ്പോർട്ട് ചെയ്തത് ശരിക്കും നമ്മൾ എടുത്തു പറയേണ്ട കാര്യമാണ്. പക്ഷെ ഞാൻ പറയുന്നത് ഇതേ എൻതൂസിയാസം മോസ്കും ചർച്ചും നാളെ കാണിക്കണം. ഡിസ്കഷന്റെ ആവശ്യമില്ല. കാരണം എന്താണെന്നറിയോ, ഇതിപ്പം ഞാൻ മോസ്റ്റ്ലി ഇപ്പൊ റിലീജിയസ് കാര്യങ്ങളെ കുറിച്ച് എന്ത് ചർച്ച വരുമ്പോഴും ഓപ്പോസിറ്റ് സൈഡിൽ നിന്ന് വരുന്നൊരു സംഭവമാണ്, ഹിന്ദുസിന് മാത്രമാണ് ഈ സെക്യുലറിസത്തിന് കൂടുതൽ ഇത് പറയുക, ക്രിസ്ത്യൻസ് ആണെങ്കിലും മുസ്ലിംസ് ആണെങ്കിലും അവർക്ക് അവരുടെ മതം ഇമ്പോർട്ടൻ്റ് ആണ്. അപ്പൊ അങ്ങനെ അവർ സംസാരിക്കുന്നതാണ് ഞാൻ കണ്ടിട്ടുള്ളതെന്നാണ് ഓപ്പോസിറ്റ് നിന്ന് ആൾക്കാർ. അത് നമ്മൾ മൈൻഡ് ചെയ്യേണ്ട ആവശ്യമുണ്ടോ എന്നാണ് ഞാൻ ഈ ചോദിക്കുന്നത്. അല്ല, മൈൻഡ് ചെയ്യേണ്ട ആവശ്യമില്ലെന്നല്ല, മൈൻഡ് ചെയ്യേണ്ട ആവശ്യമില്ല. പക്ഷെ നമ്മള് ഈ ഓപ്പൺനെസ് എല്ലായിടത്തും വേണം. അതിനോട് ഞാൻ യോജിക്കുന്നു. ഞാൻ ശശികലയുടെ സ്റ്റേറ്റ്മെന്റിനോട് യോജിക്കുന്നില്ലെങ്കിലും നാളെ ഒരു കാലത്ത് ഇതേ എൻതൂസിയാസം ക്ഷേത്ര കമ്മിറ്റി കാണിച്ച എൻതൂസിയാസം മോസ്ക് കാണിക്കണം, ചർച്ച കാണിക്കണം. അപ്പൊ നാളെ ഒരു കാലത്ത് ഈ ടോപ്പിക് എക്സിസ്റ്റ് ചെയ്യത്തില്ല. ഇവിടെ ഹിന്ദുസിലെ ഒരു വിഭാഗം ഇതിനെ എതിർക്കുന്ന എന്താന്ന് വെച്ച് കഴിഞ്ഞാൽ
എവറി ടൈം ഹിന്ദുസ് മാത്രം കോംപ്രമൈസ് ചെയ്യുന്നു എന്നൊരു തോന്നൽ വരുന്നുണ്ട്. ദാറ്റ് ഷുഡ് നെവർ ഹാപ്പൻ. അതായത് നാളെ പള്ളിയുടെ ഫ്രണ്ടിൽ പോയി ഒരു ഹിന്ദു ഗാനം പാടാൻ പറ്റണം, ആ ഒരു ഓപ്പൺനെസ് വേണം. പള്ളിയിൽ പോയി നാളെ കൃഷ്ണന്റെ പാട്ട് പാടാൻ പറ്റണം, then it's okay. ഞാൻ അതിനോട് യോജിക്കും. ഞാൻ എന്റെ ഒരു സ്റ്റാൻഡ് കുറച്ച് ഈവൻ ഇഫ് അവിടെ അത് ഓക്കെ അല്ലെങ്കിൽ നമ്മളത് ചെയ്യുന്നത് കോംപ്രമൈസ് എന്നുള്ളൊരു വേർഡ് അത് കറക്റ്റ് ആണോ എന്ന് എനിക്കറിയില്ല. ബിക്കോസ് ഇതിൽ കോംപ്രമൈസ് ചെയ്യാൻ മാത്രം എന്താണുള്ളത്? കാരണം ഒരു അൾട്ടിമേറ്റ്ലി ഇറ്റ്സ് അല്ല, മതം അല്ലെങ്കിൽ എന്താ ജാതിയും മതവും സംഗീതത്തിലില്ല. പക്ഷെ ഇവിടെ ടോപ്പിക്ക് വന്നത് ഒരു അമ്പലത്തിന്റെ പരിപാടിക്ക് ക്രിസ്തീയ ഗാനം ഭജന്റെ കൂടത്തിൽ പാടുവാണ്. അപ്പം നാളെ കാലത്ത് ഇപ്പം നമ്മളിപ്പം പള്ളികളിൽ പോയാൽ നമുക്കറിയാം അവിടെ പാടുന്ന പാട്ട് അല്ലെങ്കിൽ അല്ലെ, അപ്പൊ അവിടെ നാളെ കയറി ഒരാൾക്ക് ഈസി ആയിട്ട് ഇതേപോലെ ഒരു ഹിന്ദു ഗാനം പാടിയേ പറ്റാ മതി. അതിൽ വേറെ തർക്കമൊന്നുമില്ല. അത്രയൊരു ഓപ്പൺനെസ് ഉണ്ടാവുമോ എന്നുള്ളത് മാത്രമേ ഉള്ളൂ. ഈ ഇടയ്ക്കൊരു വീഡിയോ പക്ഷെ വന്നിട്ടുണ്ട്, ഒരു പള്ളിയിൽ എന്തോ ഹിന്ദു പാട്ട് എന്തോ അവര് പാടുന്ന അങ്ങനത്തെ ഒരു പരിപാടി. ആ ഒരു ഓപ്പൺനെസ് വരണം. അപ്പൊ പിന്നെ ഈ ഡിസ്കഷന്റെ ആവശ്യമില്ല. ഈ ഡിസ്കഷൻ വരുന്ന അതുകൊണ്ടാണ്, ഇതെന്തോ വലിയ സംഭവമായിട്ട് തോന്നുന്നതും അതുകൊണ്ടല്ലേ. എല്ലാരും നോർമലായിട്ട് എല്ലാരും നോർമലൈസ് ചെയ്താൽ പിന്നെ ഈ ഒരു ചർച്ചയുടെ ഒന്നും ആവശ്യമില്ല. അത് ശരിയാണ്. അതായത് ഇപ്പൊ നാളെ അല്ലാതെ അതിനെ എതിർക്കാൻ പാടില്ല. അപ്പം ഇപ്പൊ നാളെ കാലത്ത് ഇങ്ങനത്തെ ഒരു സംഭവം വരുമ്പം വേറൊരു കമ്മ്യൂണിറ്റി വന്ന് എതിർക്കാതിരുന്നാൽ മതി. അത്രയൊരു ഓപ്പൺനെസ് എല്ലാവരും ഒത്തുചേർന്ന് കഴിഞ്ഞാൽ പിന്നെ ഹിന്ദു ക്രിസ്ത്യൻ മുസ്ലിം എന്നൊന്നുള്ള വേർതിരിവിന്റെ ആവശ്യമില്ല. അൾട്ടിമേറ്റ്ലി ജാതി മതം ഒന്നും സംഗീതത്തിന് ഇല്ലല്ലോ. ഇപ്പം അങ്ങനെ പറയാനാണെങ്കിൽ ഇപ്പം ശബരിമലയില് ഹരിവരാസ് അതായത് അയ്യപ്പനെ ഉറക്കുന്ന പാട്ട് പാടിയിരിക്കുന്ന യേശുദാസാണ്. സോ അൾട്ടിമേറ്റ്ലി സംഗീതത്തില് ജാതിയോ മതമോ ഇല്ല. പക്ഷെ ആ അക്സെപ്റ്റൻസ് എല്ലാ സൈഡിൽ നിന്നും, സൊസൈറ്റിയുടെ എല്ലാ സൈഡിൽ നിന്നും ആ ഓപ്പൺനെസ് വേണം എന്നുള്ളതാണ് ഇതിൽ എന്റെ അഭിപ്രായം. പിന്നെ ശശികലയെ പോലൊക്കെ ഒരു നേതാവായ സ്റ്റേറ്റ്മെന്റ് ഇറക്കേണ്ട കാര്യമില്ല. അവർ അൾട്ടിമേറ്റ്ലി ഇത്രയും പറയേണ്ട കാര്യമുള്ളൂ, നാളെ കാലത്ത് ഞങ്ങൾ അവിടെ വന്ന് പാടിയാൽ നിങ്ങളും അതേപോലെ കൈയടിച്ച് സ്വീകരിക്കുക. അതാണ് സ്റ്റേറ്റ്മെന്റ്. അല്ലാതെ ചിക്കൻ മസാല നല്ലതാണ്, പായസത്തിൽ കളർത്തി നോക്കട്ടെ, എല്ലാരും കളർത്തണമെന്നാണ് ഞാൻ പറയുന്നത്. എല്ലാ സൈഡിൽ നിന്നും ആ ഒരു കളർത്തിൽ ഉണ്ടാവണം എന്നുള്ളതാണ്. പക്ഷെ അതാ ഇപ്പം ശബരിമലയുടെ കാര്യം പറഞ്ഞപ്പോഴാണ്, ഗുരുവായൂരാണെങ്കിലും യേശുദാസ് സാറിന്റെ പാട്ടുകൾ ഇടാറുണ്ട്. പക്ഷെ അവിടെ കേറ്റുമോ എന്ന് ചോദിച്ചാൽ അപ്പോഴും അവിടെ ആ ആളെ കേറ്റുന്നില്ല. പക്ഷെ ആളുടെ പാട്ട് അവിടെ ഇടുന്നതിന് കുഴപ്പമില്ല. ആ ഒരു അങ്ങനത്തെ കാര്യങ്ങൾ ഇപ്പം മോസ്ക്സിലാണെങ്കിലും എനിക്കറിയില്ല അതിനെ കുറിച്ച് കൂടുതൽ. നമുക്ക് കയറാൻ പറ്റില്ല, സ്ത്രീകൾക്ക് പോലും പ്രവേശനമില്ലെന്നാണ് അവരുടെ മതത്തിലെ സ്ത്രീകൾക്ക് പോലും പ്രവേശനമില്ല എന്റെ അറിവ്. എനിക്ക് അതിൽ കൂടുതൽ ഡിസ്കഷനായിട്ട് പോകുന്നില്ല. സ്ത്രീകൾക്കുള്ള എന്തോ ഉണ്ട്. പക്ഷെ എനിക്ക് തോന്നുന്നു മോസ്റ്റ്ലി ബേസിക്കലി ഇത് ഇങ്ങനൊരു സംഭവം തന്നെ ആൾക്കാരറിയാൻ കാരണം പുള്ളി ഇത്തിരി ഫേമസ് ആണ്, അതുകൊണ്ട് ക്രിസ്ത്യൻ ആണെന്ന് അറിയുന്നോണ്ടാണ് കയറാത്തത്. അല്ലാതെ ഗുരുവായൂർ പോകുന്നു. അപ്പം അങ്ങനെയല്ല. അപ്പം ഇത് മൊത്തത്തിലൊരു ജനറലി അൾട്ടിമേറ്റ്ലി ഇതൊരു മതസൗഹാർദ്ദം എന്നുള്ളൊരു പരിപാടി ഭയങ്കര നോർമലൈസ് ആവേണ്ട സമയം കഴിഞ്ഞു. നമ്മുടെ നാട്ടിലെ മതസൗഹാർദ്ദം എപ്പോഴാണ് ഉടലെടുക്കുന്നത് എന്ന് വെച്ചാൽ മതസൗഹാർദ്ദം ഇല്ലാതാവുന്ന ഒരു നിമിഷം അറിയോ? ഇല്ല, എല്ലാവരും ഇപ്പം വന്നിട്ട് ഞാൻ ഹിന്ദു ആണ്, ഞാൻ ക്രിസ്ത്യൻ ആണ്, നമ്മൾ അങ്ങനെ ഇങ്ങനെ ഇല്ല എന്നൊക്കെ പറയുമെങ്കിലും ഒരു വീട്ടിൽ നിന്ന് ക്രിസ്ത്യൻ കുടുംബത്തിൽ നിന്ന് കുട്ടിയെ കല്യാണം കഴിച്ചാൽ തീരുന്ന മതസൗഹാർദ്ദം പോലും അല്ല. ഒരേ മതത്തിൽ തന്നെ പല ജാതികള്. അതെ, ക്രൈറ്റീരിയ അതിൽ തന്നെ ഈ വെള്ളപ്പൊക്കം വന്ന സമയത്താണ് ഈ കാണുമ്പം തമ്മിൽ ഹെൽപ്പ് ചെയ്യുന്ന ആൾക്കാരുണ്ട്, എല്ലാം ഉണ്ട്. പക്ഷെ അപ്പോഴും ഈ ഞാൻ കേട്ടിട്ടുണ്ട് വെള്ളപ്പൊക്കം വന്ന സമയത്തൊക്കെ ഒരു വീട്ടിലാണല്ലോ കുറെ പേര് താമസിക്കുക. അപ്പം അപ്പോഴും ഡിസ്ക്രിമിനേഷൻ ആ വീട്ടിന്റെ അകത്ത് കാണിച്ചു വരുന്ന സാഹചര്യങ്ങൾ ഞാൻ കേട്ടിട്ടുണ്ട്. പക്ഷെ ഈ മീഡിയയിൽ വന്ന ന്യൂസുകൾ പോസിറ്റീവ് ആയിരുന്നു. പക്ഷെ അപ്പോഴും ഇങ്ങനെ ഒരു എല്ലായിടത്തും പോസിറ്റീവും നെഗറ്റീവും ഉണ്ടാവും. പക്ഷെ നമ്മൾ മൊത്തത്തിൽ ബേസിക് ഹ്യൂമൻ റൈറ്റ് എന്ന പോലെ തന്നെയാണ് ഈ സെക്യുലറിസം എന്നാണ് എൻ്റെ ഒരു വിശ്വാസം. അപ്പൊ അത് പ്രാവർത്തികമാക്കാൻ സാധിച്ചാൽ വളരെ നല്ലൊരു കാര്യമായിരിക്കും. ഇപ്പം ഞാൻ നേരത്തെ നമ്മൾ തുടക്കത്തിൽ പറഞ്ഞപ്പോ ഉണ്ടായിരുന്ന ഒരു വിഷുവിന്റെ ഒരു ഇഷ്യൂ ഉണ്ടായിരുന്നു. ഒരു മന്തിക്കടയില് കൃഷ്ണൻ മന്തി നോക്കി ഇങ്ങനെ കൊതി കൊണ്ടിട്ടിരിക്കുകയാണ്. അങ്ങനെ ഒരു പോസ്റ്റർ വെച്ചിട്ട് ഒരു മന്തിക്കടയിൽ ഒരു പോസ്റ്റർ വന്നിട്ടുണ്ടായിരുന്നു. അതിന്റെ പേരിൽ വലിയൊരു വിവാദം വന്നു, ആൾക്കെതിരെ കേസും എടുത്തു. അപ്പൊ അതിൽ നിങ്ങൾക്ക് എന്താ തോന്നി? ആക്ച്വലി എനിക്കൊന്നും തോന്നുന്നില്ല. ഫുഡിന് ഡിസ്ക്രിമിനേഷൻ കൊണ്ടുവരാൻ ഇപ്പം എന്താ ഇപ്പൊ അതായത് എനിക്കറിയില്ല. അതായത് ഇപ്പം ഞാൻ കേട്ടത് വെച്ചിട്ട് എനിക്കറിയില്ല കറക്റ്റ് ആണോ അല്ലയോ. പക്ഷെ ശിവൻ എന്ന് പറയുന്ന ദൈവം ഹിന്ദു മതപ്രകാരം
ശിവൻ എന്ന് പറയുന്ന ദൈവം എനിക്കറിയില്ല, വെജിറ്റേറിയൻ ആണെന്നൊന്നും പറഞ്ഞിട്ടില്ല എന്ന് തോന്നുന്നു. എനിക്ക് അതിനെ പറ്റി വലിയ കാര്യമായിട്ട് എനിക്ക് ഫീൽ ചെയ്തൊരു കാര്യം എന്താണെന്നറിയോ, ഇത് അൾട്ടിമേറ്റ്ലി ഇപ്പം വൈറൽ ആവുക എന്നുള്ളതാണ് അൾട്ടിമേറ്റ് ലക്ഷ്യം. അവന്റെ ലക്ഷ്യം. അപ്പോ എന്തുകൊണ്ട് ഇപ്പം നന്ദഗോവിന്ദൻ ഭജൻസിനെതിരെ സംസാരിച്ചതും അവരും ഒരു വൈറലാവാൻ വേണ്ടിയിട്ട് അവരുടെ ഭജനിടയ്ക്ക് അവരൊരു ക്രിസ്തീയ ഗാനം കുത്തിക്കയറ്റി എന്നുള്ളത് ഒരു പരിധി വരെ ഇതൊക്കെ വൈറലാവാനുള്ള ശ്രമമാണെന്നാണ് ഞാൻ. ഇപ്പൊ സൂര്യ പറഞ്ഞ മന്തിക്കടയുടെ കൃഷ്ണന്റെ പടം എന്താ, അവിടെ എന്തുകൊണ്ട് ജീസസിനെ വെച്ചുകൂടായിരുന്നു? അല്ലെങ്കിൽ അല്ല, ഞാൻ പറയുന്നത് വേറെ സാഹചര്യങ്ങളിൽ ഇത് കാണിക്കാം. സോ ഇപ്പൊ വിഷുവിന് കൃഷ്ണന്റെ പടത്തിന്റെ ഫ്രണ്ടിൽ മന്തി വെക്കുന്നത് ശരിക്കും വൈറലാവാൻ വേണ്ടിട്ടാ. അപ്പൊ എന്തിനത് മെറ്റീരിയലൈസ് ചെയ്യുന്നു ഞാൻ ചോദിക്കുന്നത്. അപ്പം ഈ ചെയ്യുന്നത് അതിന്റെ ആവശ്യമില്ല. അപ്പം ഇറ്റ്സ് ലൈക്ക് ഒരു മതക്കാരെ ഇതാണ് സെക്യുലർസ് അല്ലെങ്കിൽ നമ്മള് ജാതി മതം ഒന്നായിട്ട് കാണുന്നത് പറയുമ്പം വൈ ചൂസിങ് ആ ഹിന്ദു ദൈവം എന്നാണ് ഞാൻ ചോദിക്കുന്നത്. അപ്പൊ അത് മനഃപൂർവ്വം ടാർഗറ്റിംഗ് ആണ് ടു ക്രിയേറ്റ് ആൻ ഇഷ്യൂ. ഞാൻ പറയുന്നത് ഇതിന്റെ ഒന്നും ആവശ്യമില്ല. നമ്മൾ ഇപ്പൊ എപ്പോഴാണ് ഹിന്ദുക്കളുടെ ഹിന്ദു വികാരം വ്രണപ്പെടുന്നത്? ഇങ്ങനത്തെ ഓരോ തോന്നിയാസം കാണിക്കുമ്പോഴാണ്. ഇപ്പൊ ഞാൻ പറയട്ടെ, ഇപ്പൊ നമ്മുടെ ഫ്രണ്ട് സർക്കിളിൽ നമ്മൾ പരിചയപ്പെടുമ്പോൾ നമ്മൾ ഫ്രണ്ട്സ് ആവുമ്പോൾ നമ്മൾ ഹിന്ദു ആണോ ക്രിസ്ത്യൻ ആണോ മുസ്ലിം ആണോ നോക്കുന്നില്ല. നമ്മൾ ഇങ്ങനൊരു ഡിസ്കഷൻ വരുമ്പോഴാണ് നമ്മളുടെ ഇടയിൽ തന്നെ ആ ഒരു ടോക്ക് അല്ലെങ്കിൽ ഒരു ഡിബേറ്റ് വരുന്നത്. സോ ഇത് ക്രിയേറ്റ് ചെയ്യുവാണ്. ഇത് അൾട്ടിമേറ്റ്ലി മനുഷ്യരുടെ ഉള്ളിൽ ഇല്ല. ഇതിപ്പോ 4 പേര് ഇരിക്കുമ്പോ ഇങ്ങനെ കാണിക്കുമ്പോ സ്വാഭാവികമായിട്ടും ഒരു ചില ആൾക്കാർക്ക് അത് ഹേർട്ട് ആവും. കാരണം വളരെ എന്താ പറയാ, കൃത്യമായിട്ട് ഇതൊക്കെ നോക്കി ജീവിക്കുന്നവരുണ്ടാവും. അല്ലെങ്കിൽ വീട്ടില് കൃത്യമായിട്ട് ഈ അമ്പലങ്ങളും മതവും ഒക്കെ ഫോളോ ചെയ്യുന്ന ആൾക്കാർക്ക് ഇത് ട്രിഗർ ചെയ്ത് കൊടുക്കുകയാണ്. സത്യം പറഞ്ഞാൽ ഒന്നെങ്കിൽ ഈ ഒരു ഇഷ്യൂ ഉണ്ടാക്കാതിരിക്കുക, എന്താണോ ചെയ്യുന്നത് അത് കണ്ടിന്യൂ ചെയ്യുക, അല്ലെങ്കിൽ ഇത് എല്ലായിടത്തും ഈക്വൽ ആയിട്ട് കാണിക്കുക. ഇപ്പൊ ഇവർ ഈ ചെയ്യുന്ന ഒരു ആക്ടിവിറ്റി നാളെ ചർച്ചിൽ പോയി ചെയ്യുക, മറ്റന്നാൾ മോസ്കിൽ പോയി ചെയ്യുക, തീർന്നു. ഇപ്പൊ വിഷുവിന് മന്തി കാണിച്ച പോലെ നാളെ ഓരോ ഫംഗ്ഷനും കാണിക്കുക. ഇതല്ലാതെ വിഷു വരുമ്പോ ഇത് ടാർഗറ്റ് ചെയ്ത് കൃഷ്ണന്റെ ഇത് മനഃപൂർവ്വം ക്രിയേറ്റ് ചെയ്യല്ലേ. ഇതിനായിട്ട് ഒരു പോസ്റ്ററും കൂടെ ചെയ്തായിരുന്നു ഹിന്ദുക്കള്. അതായത് ഒരു പോർക്ക് കഴിക്കുന്നതായിട്ടുള്ള ഒരു പോസ്റ്റർ. അതായത് മുസ്ലിംസ് പോർക്ക് കഴിക്കില്ല. അപ്പോ അത് അങ്ങനെ ഒരു സാധനം വന്നു. അപ്പൊ അവിടെ കലാപം ഉണ്ടാവുകയാണ്. അപ്പൊ ആൾക്കെതിരെ കേസ് എടുത്തതും ഈ സംഭവം വ്രണപ്പെടുത്തി എന്നുള്ള ഒരു പേരിലല്ല, കലാപം എന്നുള്ള ഒരു പേർപ്പസിലാണ് കേസ് എടുത്തത്. ഇപ്പൊ നമ്മൾ നിൽക്കുന്ന സൊസൈറ്റി നമുക്കറിയാം ഇവിടെ എന്തൊക്കെയാണ് നടക്കുന്നത്, എന്തൊക്കെ ചെയ്താൽ എന്തൊക്കെ പ്രശ്നം ഉണ്ടാവുന്ന അറിയാം. എന്താ പറയാ, പുള്ളിക്ക് എന്തായാലും അവരെ മന്തിക്കടയിലുള്ള ആള് മുസ്ലിം എന്നാണ് പറയുന്നത്. ആൾക്ക് എന്താ പറയുക, നമുക്ക് നേരത്തെ അറിയാവുന്ന ഒരു ഇൻസിഡന്റ് ഉണ്ടായിരുന്നു. പണ്ട് മുഹമ്മദിന്റെ പേര് പരാമർശിച്ചു എന്നുള്ള പേരിൽ കൈവെട്ടി ഒരു കേസ് ഉണ്ടായിരുന്നു. അപ്പൊ അവർക്കറിയാം അവരുടെ ഭാഗത്തു നിന്ന് വരുന്ന മിസ്റ്റേക്സ്. അപ്പം ഇതേ കാര്യം മറ്റൊരു മതക്കാരോട് ചെയ്യുമ്പോൾ അവരൊന്നും ചെയ്യില്ല എന്ന് അല്ലെങ്കിൽ പ്രതികരിക്കില്ല എന്ന് എന്ത് തരത്തിലാണ് വിശ്വസിക്കുന്നത്? വേറെ പെർസ്പെക്റ്റീവ് എന്താന്ന് വെച്ചാൽ പുള്ളി ഇനി അങ്ങനെ ഒന്നും വിചാരിക്കാണ്ട് ചുമ്മാ ഒരു അങ്ങനെയാണെങ്കിൽ വിഷുവിന് അവർക്ക് കൃഷ്ണനെ ആഡ് ചെയ്യാണ്ട് ഹാപ്പി വിഷു വെക്കായിരുന്നു. അത് പക്ഷെ വിഷുവിന് ഹൈലൈറ്റ് കൃഷ്ണനാണല്ലോ. അപ്പൊ കൃഷ്ണൻ അല്ലെ എവിടെയെങ്കിലും കണ്ടിട്ടുണ്ടോ കൃഷ്ണൻ ഈ വെണ്ണ അല്ലാണ്ട് എന്തെങ്കിലും നമ്മള് വെറൈറ്റി അല്ലേ നോക്കാം. അതാണ് സൂര്യ. ആ വെറൈറ്റി എന്ന് പറയുന്നത് ചീപ്പ് പബ്ലിസിറ്റി ആൻഡ് വൈറൽ ആവുക അല്ലടാ. ഇതെന്ന് വെച്ച് കഴിഞ്ഞാല് ഇപ്പൊ നമ്മള് ന്യൂ ജനറേഷൻ ആണ്, അല്ലെങ്കിൽ നമ്മൾ കുറെ അക്സെപ്റ്റ് ചെയ്തു. ഇപ്പൊ എന്റെ ഫ്രണ്ട് സർക്കിളിൽ ഞങ്ങൾ ആരും ജാതി മതം നോക്കത്തില്ല. ഇപ്പൊ നമ്മളെല്ലാരും അങ്ങനെ. പക്ഷേ ഈ ഒരു വിഷം മനഃപൂർവ്വം കുത്തിവെക്കുവാന്നാ ഞാൻ പറഞ്ഞത്. ഇപ്പൊ ഇങ്ങനത്തെ ഒരു ഡിസ്കഷൻ വരുമ്പോൾ നമ്മളൊരു 6 പേരിരുന്ന് ഇനി എത്ര തിക് ഫ്രണ്ട്സ് ആണെങ്കിലും നമ്മൾ ഡിസ്കസ് ചെയ്യും, ഡിബേറ്റ് ചെയ്യും. എനിക്ക് ഇപ്പോഴും ഓർമ്മയുണ്ട്, പണ്ട് ഞങ്ങൾ സ്കൂളിൽ പഠിക്കുന്ന സമയത്താണ് നമ്മുടെ ശബരിമലയില് മകരജ്യോതി ഒരു മാൻമെയ്ഡ് തിങ് ആണെന്നൊരു ഇഷ്യൂ വരുന്നത്. ഇഷ്യൂ അല്ല, അത് അന്നാണ് അത് അക്സെപ്റ്റ് ചെയ്യുന്നത്. അതുവരെ നമ്മൾ അതൊരു മാജിക്കൽ സാധനമായിട്ട് കണ്ടു. പിന്നെ അത് അവർ തന്നെ അക്സെപ്റ്റ് ചെയ്തു, അത് അവിടുത്തെ ചെയ്യുന്നതാണെന്നുള്ളത്. പക്ഷെ അത് പറഞ്ഞു തന്നെ നമ്മൾ ഡിസ്കസ്, അതായത് ഞങ്ങൾ ഏറ്റവും ബെസ്റ്റ് ഫ്രണ്ട്സ് ആണ്. പക്ഷെ ആ സമയത്ത് നമ്മളെ സർക്കാസ്റ്റിക് ആയിട്ട് പറഞ്ഞപ്പോൾ ഞങ്ങൾ അത് എതിർക്കും. ഞങ്ങളുടെ കൂട്ടത്തിലുള്ളവരാണെങ്കിലും അത് അക്സെപ്റ്റ് ചെയ്തത് ഞങ്ങളുടെ ഓപ്പൺനെസ് ആണെന്നുള്ള പോയിന്റിൽ ഇപ്പോഴും എനിക്ക് ഓർമ്മയുണ്ട് ഞങ്ങൾ ഡിബേറ്റ് അതൊക്കെ. എന്റെ ഗ്രൂപ്പിൽ ഇതുപോലെ ഉണ്ടായിരുന്നു, പക്ഷെ എല്ലാവരും എനിക്ക് എതിരായിരുന്നു. ഹിന്ദു അല്ല, ഞാൻ ആക്ച്വലി ഒരു മതത്തിലും ഫോളോ ചെയ്യാത്തവരാണ്. ഞാൻ എത്തിസ്റ്റ് ആണ്. അപ്പൊ എന്റെ ഫ്രണ്ട്സ് എല്ലാവരും ഹിന്ദുക്കളാണ്. അപ്പൊ അവരതൊക്കെ ഫോളോ ചെയ്യുന്നവരാണ്. ഒരിക്കൽ ഇങ്ങനെ ഗ്രൂപ്പിൽ ആറ്റുകാൽ പൊങ്കാലയുടെ ഡിസ്കഷൻ. അപ്പം എനിക്ക് പീരീഡ്സ് ആണ്, അല്ല നിനക്ക് പീരീഡ്സ് അല്ലേ, അപ്പം നിനക്ക്
റൂമിന് പുറത്ത് ഇറങ്ങരുത്, എന്തോ അവിടെ പൊങ്കാലയിടാനുള്ള സാധനങ്ങൾ ഇരിപ്പുണ്ട്. അപ്പൊ ഞാൻ ഒന്നും ചെയ്തില്ല, എനിക്കിതൊന്നും വിശ്വാസമില്ലാത്തതുകൊണ്ട് ഞാൻ ജസ്റ്റ് ആ ഒരു മെസ്സേജിന് മാത്രം റിയാക്ഷൻ ഇട്ടു, ചിരിക്കുന്ന ഒരു റിയാക്ഷൻ ഇട്ടു. അവിടെ നിന്ന് അടി തുടങ്ങി. നിനക്ക് വിശ്വാസം ഇല്ലെങ്കിൽ നീ വിശ്വസിക്കണം തുടങ്ങി. ഞാൻ പറഞ്ഞു എനിക്ക് വിശ്വാസം ഇല്ല, ഞാൻ വിശ്വസിക്കുന്നില്ല. പക്ഷെ നിനക്ക് വിശ്വാസം ഉണ്ടെങ്കിൽ നീ അത് ഒരാളോട് അടിച്ചേൽപ്പിക്കരുത്. നീ ഇപ്പൊ പീരീഡ്സ് ആവുമ്പോൾ നിനക്ക് പുറത്തിറങ്ങാൻ താല്പര്യമില്ല, അല്ലെങ്കിൽ നിനക്ക് അതിൽ തൊടാൻ താല്പര്യമില്ല, ചെയ്യണ്ട. പക്ഷെ നീയും അത് ചെയ്യരുത് പറയാൻ നിനക്ക് റൈറ്റ്. ഈ ടോപ്പിക്ക് അത് തികച്ചും ഓരോരുത്തരുടെ അവർ വളർന്നു വരുന്ന സാഹചര്യത്തിന്റെ. ഞാൻ പറഞ്ഞതെന്ന് വെച്ച് കഴിഞ്ഞാൽ ഇങ്ങനത്തെ ഒരു ടോപ്പിക്ക് ക്രിയേറ്റ് ചെയ്യാതിരിക്കും. ഞാൻ പറയുന്നത് വെച്ച് കഴിഞ്ഞാൽ ഇപ്പൊ ഇങ്ങനത്തെ ഒരു ടോപ്പിക് നമ്മൾ എത്ര ക്ലോസ് ഫ്രണ്ട്സ് ആണെങ്കിലും നമ്മുടെ ഇടയ്ക്ക് എല്ലാവരും ഡിസ്കഷൻ ഉണ്ടാവും. ഈ ഡിസ്കഷൻ ഉണ്ടാവുമ്പോൾ പിന്നെ 10 മിനിറ്റ് കഴിയുമ്പോൾ നമ്മളെല്ലാം കൈ കൊടുത്ത് പോവെങ്കിൽ പോലും ഈ ഡിസ്കഷൻ എന്തിനാ ക്രിയേറ്റ് ചെയ്യുന്നത്? ഈ മതം എല്ലാ മതവും ഒന്നാണ്, ഞങ്ങളെല്ലാം ഒന്നെന്ന് പറയണ്ട, അങ്ങ് ജീവിച്ച് കാണിച്ചാൽ മതി. ഇതിനിടയ്ക്ക് കൊണ്ടുപോയി മതം ഒന്നാന്ന് കാണിക്കാൻ അമ്പലത്തിൽ പോയി ക്രിസ്തീയ ഗാനം പാടുവോ, പള്ളിയിൽ പോയി ഹിന്ദു ഗാനം പാടുവൊന്നും വേണ്ട, മര്യാദയ്ക്ക് എല്ലാരും ജീവിച്ചു പോവാണ്. ഇത് ശരിക്കും ഒരു റൈവലറി ഉണ്ടാക്കാനുള്ളൊരു ശ്രമമായിട്ടാണ് എനിക്ക് തോന്നുന്നത്. അത് നന്ദഗോവിന്ദ ഭജൻസിന്റെ പച്ചല്ല ഞാൻ പറഞ്ഞത്, ഞാൻ ഈ മന്തിക്കടയുടെ വെച്ചാണ് ഹൈലൈറ്റ് ചെയ്ത് പറഞ്ഞത്. മന്തിക്കടയുടെ കാര്യം മതസൗഹാർദ്ദമാണ് ഉദ്ദേശിക്കുന്നത്. നന്ദഗോവിന്ദ ഭജൻസ് അല്ല ഞാൻ പറഞ്ഞത്. കൃഷ്ണന് വിശ്വസിക്കുന്നവര് ഹിന്ദുക്കളാണ്. അത് എല്ലാവർക്കും അറിയാവുന്ന ഒരു കാര്യമാണ്. അവിടെ കൃഷ്ണൻ എന്താ പറയാ, കൃഷ്ണൻ ചിക്കൻ കഴിക്കുന്നതോ പോർക്ക് കഴിക്കുന്നതോ ആരും ഇല്ലല്ല, ഞാൻ അതൊന്നും കംപ്ലീറ്റ് ചെയ്യാം. ഇതൊന്നും ആരും കണ്ടിട്ടില്ല. ഇപ്പൊ ഇവിടെ മതസൗഹാർദ്ദമാണ് ഇവർ ഉദ്ദേശിക്കുന്നത്. മുസ്ലിംസ് അവരെ സപ്പോർട്ട് ചെയ്യുന്ന രീതിയിൽ വേണം പോസ്റ്റ് ഇറക്കാൻ, അല്ലേ? അപ്പൊ ഇവർ ചെയ്തിട്ടില്ലാത്തൊരു കാര്യം ഇവരെടുത്ത് ഇവിടെ കാണിക്കുന്നുണ്ടെങ്കിൽ അത് അവിടെ ഒരു കലാപം ഉണ്ടാകും. ഞാനൊരു കാര്യം ചോദിച്ചോട്ടെ, ഓക്കെ, ചേച്ചി ഹിന്ദു അല്ലേ? അപ്പൊ ചേച്ചി ചിക്കൻ കഴിക്കാറുണ്ടോ? ഞാൻ ചിക്കൻ കഴിക്കും. അപ്പം ഹിന്ദു ലൈക് മുസ്ലിംസ് മാത്രമാണ് ഹിന്ദുസ് എന്താണ് ആരാധിക്കുന്ന ദൈവമാണ് കൃഷ്ണൻ. ഹിന്ദുസ് ചിക്കൻ കഴിക്കുന്നുണ്ട്, എന്തുകൊണ്ട് കൃഷ്ണന് ചിക്കൻ കഴിച്ചു? ഹിന്ദുസ് എപ്പോഴും വെജാണ്, എല്ലാവരും ഹിന്ദുക്കൾ എന്ത് വിശ്വസിക്കുന്നു, ഹിന്ദുക്കളുടെ ദൈവങ്ങൾ എങ്ങനെയായിരുന്നു, അതല്ല. ഇപ്പൊ ഹിന്ദുക്കൾ വിശ്വസിക്കുന്ന ദൈവം എങ്ങനെയായിരുന്നു? അങ്ങനെയാണെങ്കിൽ നമുക്ക് വേറൊരു ക്വസ്റ്റ്യൻ ചോദിക്കാം. ഈസ്റ്റർ സെലിബ്രേറ്റ് ചെയ്യുന്നത്, ജീസസ് ഉയർത്തെഴുന്നേറ്റു, ഇതെല്ലാം വിശ്വാസമല്ലേ? വൈ സെലിബ്രേറ്റിംഗ് ഈസ്റ്റർ? ആരും കണ്ടിട്ടില്ല, വിശ്വാസമാണ്, അതാണ് ഫോളോ ചെയ്യുന്നത്. അതേപോലെ ഹിന്ദുക്കളുടെ വിശ്വാസമാണ് കൃഷ്ണൻ ചിക്കൻ കഴിക്കത്തില്ല. നമുക്കൊരു കോൺസെപ്റ്റ് ഉണ്ട്, അതിലോട്ട് മന്തി ഇറക്കണ്ടെന്നാണ് പറയുന്നത്. അത് എല്ലാവർക്കും അറിയാം. ലൈക്ക് ഹിന്ദുക്കൾ അങ്ങനെയാണ് വിശ്വസിക്കുന്നത്. അപ്പൊ ഇവരത് ചെയ്യുമ്പോ അവർക്ക് കൊള്ളാനാണ് എന്നുള്ള സംഗതി, അല്ലെങ്കിൽ സൗഹൃദം ആണെങ്കിൽ അവർക്ക് അവരെന്ത് വിശ്വസിക്കുന്നോ അതുകൊണ്ട് അവർ വെക്കണം. ഫ്രജൈൽ ഈഗോന്റെ ആവശ്യം എന്താണെന്നാണ് ഞാൻ ചോദിക്കുന്നത്. ഫ്രജൈൽ ഈഗോ ഹിന്ദുസിന് മാത്രമല്ല എല്ലാ മതത്തിലും ഉണ്ട്. അപ്പൊ ഞാൻ പറയുന്നത് എവിടെയെങ്കിലും നമ്മള് ഡിസംബറിലോ അല്ലെങ്കിൽ ഈസ്റ്ററിനോ വല്ലോ ഇങ്ങനത്തെ ഒരു പോസ്റ്റർ ഇറക്കി കഴിഞ്ഞാൽ അവർ അക്സെപ്റ്റ് ചെയ്യുമോ? ഈദിന് ഹിന്ദുസ് ഇവരുടെ മതവികാരങ്ങളെ വ്രണപ്പെടുത്തുന്ന രീതിയിൽ ഒരു പോസ്റ്റർ ഇറക്കിയാൽ മുസ്ലിം കമ്മ്യൂണിറ്റി അക്സെപ്റ്റ് ചെയ്യും? ദാറ്റ്സ് മൈ ക്വസ്റ്റ്യൻ. സിമ്പിൾ ക്വസ്റ്റ്യൻ. നീ ക്രിസ്ത്യൻ ആണോ? എന്നാ നീ പറ, നീ അക്സെപ്റ്റ് ചെയ്യൂ? നീ പറ. കമ്മ്യൂണിറ്റി ഒരാളെങ്കിലും എതിർക്കാതിരിക്കും. അല്ല, എൻ്റയർ കമ്മ്യൂണിറ്റി ഇപ്പൊ എനിക്ക് ഉറപ്പാക്കാൻ പറ്റില്ല. എല്ലാത്തിലും ഞാൻ നേരത്തെ പറഞ്ഞ പോലെ പോസിറ്റീവ് നെഗറ്റീവ് ഉള്ള പോലെ തന്നെ. അതാ പറഞ്ഞ ഇപ്പൊ ഇവിടെ ഒന്നോ രണ്ടോ നേതാവ് മാത്രമേ ഇപ്പോഴും നന്ദഗോവിന്ദം ഭജൻസിനെതിരെ പറഞ്ഞിട്ടുള്ളൂ. ഒരു കമ്മ്യൂണിറ്റിയുടെ ഇത് ചെയ്തു. അല്ലെങ്കിൽ ഇപ്പോ ഈ ഒരു വിഷുവിന്റെ ഇഷ്യൂ ഒക്കെ കുറച്ചു പേരൊക്കെ റിയാക്ട് പോലും ചെയ്തുള്ളൂ. കലാപം ഉണ്ടാവും എന്ന് വെച്ചിട്ടാണ് അയാളെ അറസ്റ്റ് ചെയ്തത്. കലാപം ഉണ്ടാക്കാൻ ശ്രമിച്ചു. പക്ഷെ ഞാൻ ചോദിക്കുന്നത്, ഇതേ ആക്ടിവിറ്റി, സിമ്പിൾ ക്വസ്റ്റ്യൻ, ഇതേ ആക്ടിവിറ്റി നാളെ ക്രിസ്മസ് സമയത്തോ അല്ലെങ്കിൽ ഈദിന്റെ സമയത്തോ ചെയ്താൽ അവരും എഗൻസ്റ്റ് പറയില്ലേ? അവരുടെ മതവികാരത്തിനെ വ്രണപ്പെടുത്തിയാൽ എതിരെ സംസാരിക്കുകയോ ഇരിക്കുകയോ ഇല്ലയോ? ഒന്നും മിണ്ടാതെ പോവോ? ഏതെങ്കിലും ഒരു ഇത് റിയാക്ട് ചെയ്തിരിക്കും. അപ്പം ഈ ഒന്നെങ്കിൽ ഇതിന് സാഹചര്യം ഉണ്ടാക്കാതിരിക്കുക, അല്ലെങ്കിൽ എല്ലാരും എല്ലാ കാര്യങ്ങളും കൈനീട്ടി സ്വീകരിക്കും. അങ്ങനെയാ വേണ്ടത്, എല്ലാരും അങ്ങനെയാണ് ചെയ്യേണ്ടത്. അല്ല, ഇത് അത്രയും നമ്മള് ഭയങ്കര നോർമൽ ആയിട്ട് കാണുവാണെങ്കിൽ ഇഗ്നോർ ചെയ്യാണ് ചെയ്യുന്നത്. ഇപ്പൊ ഞാൻ ഈ വിഷു, കൃഷ്ണൻ, യേശു ക്രിസ്തു ഒന്നും ഞാൻ നോക്കാറില്ല. അതുകൊണ്ട് എനിക്ക് വിഷു വന്ന ഹാപ്പി വിഷു. ഞാൻ കണ്ടിരുന്നു ആ പോസ്റ്റർ. ഞാൻ ഇഗ്നോർ ചെയ്ത് തന്നെയാണ് വിട്ടത്. എനിക്ക് അത് കണ്ടിട്ട് എനിക്ക് ഡിഫറെന്റ് ആയിട്ട് തോന്നുന്നു. എനിക്ക് ദേഷ്യമോ വിഷമോ ഒന്നും വന്നില്ല. ഞാനത് കണ്ടു, ഓക്കെ, ഹാപ്പി വിഷു. അത് നമ്മള് അങ്ങനെ ലൈക്ക് നമ്മളുടെ കാര്യമല്ല, ഒന്നോ രണ്ടോ പേരുടെ കാര്യമല്ല. ഇപ്പൊ ഞാൻ എന്നെ സംബന്ധിച്ചിടത്തോളം വിഷുവിന്റെ പോസ്റ്റ് റോളിംഗ് വന്നപ്പോഴാണ് കാണുന്നത്. പക്ഷെ ഞാൻ പറയുന്നത് ഇത് സ്ട്രിക്റ്റ് ആയിട്ട് ഫോളോ, അതിപ്പം ഹിന്ദുയിസം
കൃത്യമായിട്ട് ഫോളോ ചെയ്യുന്ന ആളുകളുണ്ട് ഇപ്പോഴും. ഉണ്ട്. ക്രിസ്ത്യാനിറ്റി കൃത്യമായി പള്ളിയിൽ പോകുന്ന ആളുകളുണ്ട്, കൃത്യമായിട്ട് 5 നേരം നിസ്കരിക്കുന്ന മുസ്ലിംസ് ഉണ്ട്. സോ അവരെ ഹേർട്ട് ചെയ്യാതിരിക്കുക. ഈ ഈക്വാലിറ്റി പറയുമ്പോൾ ന്യൂ ജനറേഷൻ മാത്രമല്ല, പുതിയ രീതി ചിന്ത. ഇപ്പൊ നമ്മളിപ്പോ ഈക്വാലിറ്റി പറയുമ്പോ എല്ലാവരും മതത്തിനെ നമ്മുടെ കൂട്ടി ഇഗ്നോർ ചെയ്യുക, അല്ലെങ്കിൽ എന്തേലും പറയട്ടെ എന്നുള്ള ആറ്റിറ്റ്യൂഡ് ഉള്ളവർക്ക് കിട്ടുന്ന ഈക്വാലിറ്റി ഇത് ഫോളോ ചെയ്യുന്നവർക്കും കിട്ടണ്ടേ? ദാറ്റ്സ് ദെയർ റൈറ്റ്. ഹിന്ദുയിസം ഫോളോ ചെയ്യുന്ന ഒരാൾക്ക് അയാളുടെ മതത്തിനെ വ്രണപ്പെടുത്താതിരിക്കുക എന്നുള്ളത് അയാൾക്ക് കിട്ടേണ്ട ഈക്വാലിറ്റിയാണ്, അയാൾക്ക് കിട്ടേണ്ട റൈറ്റ് ആണ്. ക്രിസ്ത്യാനിറ്റി കൃത്യമായി ഫോളോ ചെയ്യുന്ന ഒരാൾക്ക് അയാളുടെ മതത്തിനെ പ്രൊട്ടക്ട് ചെയ്യുക എന്നുള്ള അയാളുടെ റൈറ്റ് ആണ് ഈ ലോകത്തില്. ഇപ്പൊ കൃത്യമായിട്ട് 5 സമയവും നിസ്കരിക്കുന്ന ഒരു മുസൽമാന് അയാൾക്ക് ഈ ഖുറാനിൽ പറയുന്ന എല്ലാം അത്രയും പ്രിയപ്പെട്ടതാണ്. അയാളെ പോയി അത് തെറ്റാന്ന് പറഞ്ഞ് ഹേർട്ട് ചെയ്യാതിരിക്കുന്നത് അയാൾക്ക് കിട്ടേണ്ട റൈറ്റ് ആണ്. ഞാൻ പറയുന്നത് ഈ ന്യൂജൻ കാലത്ത് മതം ഒന്നാണ്, അല്ലെങ്കിൽ എല്ലാ മതവും ഒന്നാണ്, ഇങ്ങനത്തെ ചിന്തകൾ ഒന്നും വേണ്ടാന്ന് പറയുന്ന ഒരു പക്ഷം അവരങ്ങനെ ജീവിക്കട്ടെ. ഞാൻ പറയുന്നത് ഇത് കൃത്യമായി നോക്കുന്നവർക്ക് അത് ഫോളോ ചെയ്യാനുള്ള റൈറ്റ് ഉണ്ട്. അതാണ് ഈക്വാലിറ്റി. സോ അതിനെ അനാവശ്യമായി വ്രണപ്പെടുത്താതിരിക്കുക. പണ്ട് ടോവിനോ പറഞ്ഞ പോലെ ഞാനൊരു ബസ്സിൽ കമ്പിയിൽ പിടിക്കാതെ നിൽക്കാൻ എന്നെ കൊണ്ട് പറ്റും, പക്ഷെ എന്റെ അമ്മയ്ക്ക് അവിടെ ഒരു കമ്പി വേണം പിടിച്ച് നിൽക്കാൻ. അത് അമ്മയുടെ കാര്യത്തിലാണ്, അമ്മയ്ക്ക് വേണ്ടിയിട്ടല്ല. അപ്പൊ ഞാൻ അതിൽ എന്ത് തെറ്റ് പറയണം എന്നുള്ളൊരു കാര്യം. അമ്മമാർക്ക് ഓരോരുത്തർക്കും ഓരോ എന്താ പറയാ, മനുഷ്യന്മാര് ഭയങ്കര ദുർബലരാണ്. അവർക്ക് എപ്പോഴും കൂടെ ഒരാൾ ഉണ്ടായിരിക്കും എന്നുള്ളൊരു ഇത് വേണം, വിശ്വാസം വേണം. അപ്പൊ നമുക്കൊരു പ്രശ്നം വരുമ്പോ ഓ എന്റെ ദൈവമേ എന്ന് അവര് വിളിക്കും. പക്ഷെ ഞാൻ എന്നിൽ വിശ്വസിക്കുന്നതുകൊണ്ട് ആ സമയത്ത് ഞാൻ അത് ഓരോരുത്തരുടെ രീതിയാണ്. പേഴ്സണൽ ചോയ്സസിനെ അക്സെപ്റ്റ് ചെയ്യാന്നുള്ളത് ഞാൻ സമ്മതിച്ചു, അതാണ്. പക്ഷെ അല്ല, ഞാൻ ഈ ഗ്രൗണ്ട് ലെവലിലുള്ള കാര്യങ്ങളൊക്കെ ഞാൻ സമ്മതിച്ചു, അതാ ഞാൻ പറഞ്ഞത്. പക്ഷെ ഞാൻ ഈ തെറ്റ് എന്നുള്ളൊരു സംഭവം പറഞ്ഞത് ആകെ ഈ സെഗ്രിഗേഷൻ, അതായത് ഞാൻ വിശ്വസിക്കുന്നില്ല ഇപ്പൊ ദൈവം എന്ന് ഉള്ളൊരു എൻറ്റിറ്റി ഉണ്ടെങ്കിൽ ഞാൻ ഒരിക്കലും വിശ്വസിക്കില്ല ഇപ്പം ഓരോ മതം അനുസരിച്ചാണ് ഇവര് ഹിന്ദു ആണ് ഇവരെ ഞാൻ നോക്കാം, ക്രിസ്ത്യനോ ഇല്ല ഇവര് കഷ്ടപ്പെട്ടോട്ടെ എന്ന് വിചാരിക്കുന്ന ദൈവം ഈ ലോകത്തോ അല്ലെങ്കിൽ യൂണിവേഴ്സിലോ ഇല്ല എന്ന് തന്നെ വിശ്വസിക്കുന്ന ഒരാളായതുകൊണ്ട് മതം എന്നുള്ള കോൺസെപ്റ്റ് അതുകൊണ്ടാണ് ഞാൻ വിശ്വസിക്കാത്തത്. അതിന്റെ കാര്യം ഞാൻ പറഞ്ഞോളൂ. അല്ല, മതം എന്നുള്ളൊരു കോൺസെപ്റ്റ് നമ്മൾ വിശ്വസിക്കും, ഞാനിപ്പോ വിശ്വസിക്കുന്നില്ല. പക്ഷെ നമ്മൾ പറയുന്നത് വിശ്വസിക്കുന്നവരെ നമുക്ക് ആവശ്യമില്ല, അത് വ്രണപ്പെടുത്താതിരിക്കുക, അവരാരെയും ഹേർട്ട് ചെയ്യുന്നില്ലെങ്കിൽ, ആരെയും ഒന്നും അടിച്ചേൽപ്പിക്കുന്നില്ല എങ്കിൽ ഒരു പരിധി വരെയും മതമൊന്നല്ല എന്താണെങ്കിലും അതൊക്കെ അവരുടെ ഒരു ഇൻഡിവിജ്വൽ അവരുടെ കാര്യങ്ങളാണ്. അവർ എന്താന്ന് വെച്ചാൽ ചെയ്യട്ടെ, അത്രേ ഉള്ളൂ.